മാം ഇന്ന് ലിനൻ സാരിയുടെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? കാണുമ്പോൾ ലിനൻ പോലെ തന്നെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ ലിനൻ പോലെയാണെങ്കിൽ ലിനൻ അല്ല എന്ന് പറയാൻ എന്താ ഒരു തെളിവുണ്ടോ? അല്ല, ഞാനിങ്ങനെ ഉടുത്ത് നിൽക്കുന്നത് ലിനൻ സാരി ആണോ എന്ന് ചോദിച്ചു. ലിനൻ സാരി അല്ല എന്നുള്ളതിന് എന്താ തെളിവ്? ലിനൻ ഞാൻ തോന്നുന്നല്ലേ, ലിനൻ തന്നെയല്ലേ? കണ്ടിട്ട് എന്താ തോന്നുന്നേ? കണ്ടിട്ട് ലിനൻ തന്നെ, ലിനൻ തന്നെയല്ലേ? എന്താ തോന്നുന്നത് അത് പറ. എന്തായാലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായില്ലേ? അല്ല, ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ചോദിക്കരുത്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോക്കണം, ടച്ച് ചെയ്ത് നോക്കണം, ഫീൽ ചെയ്ത് നോക്കണം. കണ്ടിട്ട് എന്താ തോന്നുന്നേ? കാണുമ്പോൾ നമുക്ക് ഇപ്പൊ എല്ലാരും ഒറ്റ ലുക്കിൽ ലിനൻ പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് ലിനൻ അല്ല, ഒറിജിനൽ ലിനൻ അല്ല. ഒറിജിനൽ അല്ല, ബാക്കി ഞാൻ വീഡിയോയിൽ പറയാം. ആയിക്കോട്ടെ, ഡൗട്ട് ചോദിക്കരുത്. എപ്പോഴും എനിക്ക് തോന്നിച്ചേക്കാണ് നിങ്ങളെല്ലാവരും വന്ന് ഡൗട്ട് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മെറ്റീരിയൽസിൽ ഡോക്ടറായിരിക്കണം, അതിൽ IAS എടുക്കണം എന്നാണ് ഞാൻ പറയണേ. ഒരു തുണി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യവും ഉത്തരവൊന്നും ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യണം. ഇതെന്ത് ഫാബ്രിക്കാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ? നിങ്ങൾ സെയിൽസ് ഗേൾ, നിങ്ങൾ വിചാരിക്കും ഇത് താഴേക്കിടെയുള്ള ജോലിയാണോ? അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ തുണിയിൽ എക്സ്പേർട്ടായിരിക്കണം, മനസ്സിലായാ? കാരണം ഇപ്പം എന്ന് വെച്ചാൽ റെപ്ലിക്കാസിൻ്റെ കാലമാണ്. എല്ലാറ്റിനും ഡ്യൂപ്ലിക്കേറ്റാണ്, ഒറിജിനൽ. ഇപ്പം മനുഷ്യന്മാരുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്. പിന്നെ തുണി ഇത് അന്യക്ക് ചിരി വരുന്നുണ്ട്. അല്ല, മനുഷ്യന്മാരുടെ തന്നെ എന്നെ പോലെ കുറേ പേരുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഡ്യൂപ്പുകളൊക്കെ കാണുന്നില്ലേ? അപ്പോൾ പിന്നെ എന്തായാലും തുണീൻ്റെയും റെപ്ലിക്കാസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ തുഷാര ചോദിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞതാ കേട്ടോ. കാരണം എപ്പോഴും ഒരു കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നോക്കണം. അതായത് ഇതിപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ലിനനാണെന്ന് തോന്നും, പക്ഷേ ലിനനല്ല, കോട്ടനാണ്. പക്ഷേ ലിനനിൽ കാണുന്ന ഒരു വീവിങ് പാറ്റേണും അതുപോലെ തന്നെ ആ ഒരു ഇതുണ്ടോ, ലൈൻ വന്നു പല്ലു പോർഷനിൽ കണ്ടോ ഇതുപോലെ. ഇത് സാധാരണ ലിനനിലാണ് വരുന്നത് കേട്ടോ തുഷാര. ലിനൻ സാരിയിലാണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത്. പക്ഷേ ഇത് പ്യുവർ കോട്ടൺ സാരിയാണ്. കണ്ടു കഴിഞ്ഞാൽ ലിനനായിട്ട് തോന്നും. ജസ്റ്റ് 1190. കാര്യം ഇപ്പോൾ സ്കൂൾസൊക്കെ ഓപ്പൺ ആവാൻ പോവാണ്. ടീച്ചേഴ്സ് എല്ലാവരും സൽവാർ സെറ്റിലേക്ക് മാറി. എന്നാലും എനിക്ക് തോന്നുന്നു ഓപ്പണിംഗ് ഡേയിൽ എല്ലാവരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് എല്ലാവരും സാരി ആയിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഈസി ആയിട്ട് ബൈ ചെയ്യാൻ വേണ്ടി നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1190 ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ആയിട്ട് വരുന്ന നല്ലൊരു കോട്ടൺ സാരിയാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് തടിയുള്ളവർക്കൊക്കെ കുറച്ച് സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു കോമ്പിനേഷനാണ് വിത്ത് ബ്ലൗസ്. ഇതുണ്ടോ, ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ ബ്ലൗസ് വന്നിരിക്കുന്നത്, പ്ലെയിൻ ബ്ലാക്കിലാണ്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ കുർത്തയുടെ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പ്ലെയിൻ ബ്ലാക്കിൽ വരുന്ന ബ്ലൗസാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടാണ്. ജസ്റ്റ് 1190. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരാം. ജസ്റ്റ് നമുക്കിതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കാണാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇതുണ്ടോ, എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റും തോന്നിക്കും. കുറച്ച് തടിയുള്ളവർക്ക് കുറച്ച് സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും. സെക്കൻഡ് കളർ ഇതാണ് വന്നിരിക്കുന്നത്, മസ്റ്റർഡ് യെല്ലോ വിത്ത് മെറൂൺ കോമ്പിനേഷനാണ്. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ മെറൂണാണ്. 1190. ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ആണ്. എന്താ തുഷാരയുടെ മൂഡ് നീ ശരിയായില്ല എന്ന് തോന്നുന്നു. ഞാനൊരു തമാശ പറഞ്ഞതാ. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ചിരിക്കണ്ട ധന്യ, ഇതിൻ്റെ കൂടുതൽ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. വീഡിയോ എടുക്കുന്നത് ധന്യാണ്. ധന്യക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല, കാരണം തുഷാരക്കിട്ടാണ് കിട്ടിയത്. ഓക്കെ, ലിനൻ എന്നാണോ വിചാരിച്ചത്? ഓക്കെ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീനും ബ്ലൂ കോമ്പിനേഷനാണ്. ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കാരണം എൻ്റെ ഫേവറേറ്റ് പീക്കോക്ക് ബ്ലൂ ആണ്. അതിൻ്റെ കൂടെ യൂണിവേഴ്സൽ കോമ്പിനേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ബ്ലൂവും പീക്കോക്ക് ബ്ലൂവും ഗ്രീനും കോമ്പിനേഷനിൽ. ഇതാണ് കളർ ചേഞ്ച്. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതാണ്. ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഇത് നല്ല കോമ്പിനേഷനാണ്. ആഷും പർപ്പിൾ കോമ്പിനേഷനാണ്. ഇതെല്ലാം അതാ സ്ട്രെയിറ്റ് ലൈനായിട്ടോ വരുന്നത്. നമ്മൾ ആ ഒരു ഹൊറിസോണ്ടലായിട്ടല്ല, സ്ട്രെയിറ്റ് ആണ്. ഞാനിങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യരുത്. ഇതാണ് വിത്തൗട്ട് ബോർഡർ കൺസെപ്റ്റിൽ നല്ലൊരു അടിപൊളി സാരിയാണ്. 1190. നമ്മൾ നല്ലൊരു എന്താ പറയുക, ഇതിൻ്റെ ഓർണമെൻറ്റ്സും ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ലിനൻ സാരി ആണെന്നേ തോന്നും. ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന പർപ്പിൾ ഷെയ്ഡാണ്. പർപ്പിളിൽ വരുന്ന ബ്ലൗസാണ്.
ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അടുത്ത കളർ ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നല്ലൊരു ഡാർക്ക് പിങ്കിഷ് പർപ്പിൾ അല്ലേ, പിങ്കിഷ് പർപ്പിളും ബ്ലൂ ഷെയ്ഡാണ്. ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതാണ്ടോ പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ്. എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് വെച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ www.lavisdesigns.com പോവുകയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് നമ്മൾ വെബ്സൈറ്റിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൊഡാൾ സിൽക്ക്, അൺസ്റ്റിച്ചഡ് സൽവാർ മെറ്റീരിയൽസ്, സാരീസ്, ദുപ്പട്ടാസ്, റണ്ണിങ് ഫാബ്രിക്സ്. സാധാരണ നമ്മൾ ഈ വെബ്സൈറ്റിലൊക്കെ നമ്മൾ എപ്പോഴും കയറും, നമ്മൾ ഏതൊരു സൈറ്റിൽ കയറിയാലും കൂടുതലും റെഡി ടു വെയറും അതുപോലെ തന്നെ സാരീസൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ കൂടുതലും നമ്മളതിൽ എന്താ പറയുക, റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഒത്തിരി കളക്ഷൻ, അജ്രക് കോട്ടൺ ആണെങ്കിലും ബനാറസി, അതുപോലെ തന്നെ മൊഡാൾ സിൽക്ക്, നെറ്റിൽ വരുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൗൺസ്, അംബ്രല കട്ട് സ്കേർട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒത്തിരി റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ഞങ്ങൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു സാരീസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം, www.lavisdesigns.com. അപ്പോൾ പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ഈ ഒരു 3-4 വീഡിയോസ് നമ്മൾ ഫുൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സാരീസാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസിൻ്റെ വീഡിയോസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ വരുന്ന 2-3 ദിവസങ്ങൾ കൊണ്ടുവരുന്നത്. എക്സ്പ്രസ് ഡെലിവറിയാണ്. കാരണം എന്ന് വെച്ചാൽ സ്കൂൾസൊക്കെ റീ ഓപ്പൺ ആവുന്നുണ്ട്. ടീച്ചേഴ്സ് സെഗ്മെൻറ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ടീച്ചേഴ്സിന് വെരി കംഫർട്ടും ആൻഡ് അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പർച്ചേസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.